ക്ലിക്ക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് തിരൂരിലെ ഉണ്ണിയാലിലാണ്. ഉണ്ണിയാലിലെ മല്ലികത്തോട്ടത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയും TV ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഏകദേശം 1 ഏക്കറോളം പരന്ന് കിടക്കുന്ന മല്ലികത്തോട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ കൊറോണ കാലത്ത് ഇനി മല്ലിക കാണാൻ വേണ്ടിയിട്ട്, മല്ലിക പൂത്ത് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മസനഗുഡിയിലേക്കോ ഗുണ്ടൽപേട്ടയിലേക്കോ ഒന്നും പോവേണ്ടതില്ല. ഇതാ നേരെ ഉണ്ണിയാലിലേക്ക് വന്നാൽ മതി. പക്ഷേ കൊറോണയാണ്, നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സമയത്ത് വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് എത്തേണ്ടത്. ഏതായിരുന്നാലും ഇതിൻ്റെ വിശേഷങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ ആളുകൾ നമ്മളോട് സംസാരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ക്ലിക്ക് മീഡിയയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മല്ലികത്തോട്ടത്തിലാണ്. ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഒരു മല്ലികത്തോട്ടം. അതിന് നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ ആ കൃഷിയുമായൊക്കെ ബന്ധപ്പെട്ട് ആ മല്ലിക കൃഷിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഉണ്ണിയാലിലെ കൃഷി അസിസ്റ്റൻ്റായിട്ടുള്ള സുനിൽ സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാർ, ഇത് എന്ന് തുടങ്ങിയതാണ്? ഇത് നമ്മൾ സീഡ് പറയുന്ന തൈകളാണ് മേടിച്ചിട്ടുള്ളത്. തൈകളുടെ കാരണം നമ്മൾ കർണാടകയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പറഞ്ഞാൽ കർണാടകയിലെ ഒരു 28 ദിവസത്തോളം നഴ്സറി പ്രായമായ തൈ നമുക്കിവിടെ എത്തിച്ചേരാണ്. ആ എത്തിച്ചേരുന്ന ഒരു തൈക്ക് ഇവിടെ മാർക്കറ്റ് റേറ്റ് 5 രൂപയോളം വരും ഒരു തൈക്ക്. ജൂൺ മാസം 4-ാം തീയതിയാണ് ഈ സാധനം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അപൂർവമായിട്ടുള്ള സംഭവമാണ് മല്ലികത്തോട്ടങ്ങൾ ഉണ്ടാക്കുക. എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൃഷി വകുപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഫാലോ ലാൻഡ്, തരിശു ഭൂമിയിൽ കൃഷി ഉണ്ടാക്കുക, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഫണ്ടുകളും അതുപോലെയുള്ള ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മരുത് പഞ്ചായത്ത് നമ്മൾ ഈ പച്ചക്കറിയും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതുമാതിരി ചെയ്തുകൊണ്ട്, അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സാധനം അത് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾക്ക് കർഷകരുടെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് ഈ സാധനം ഇത്രയും വിജയകരമാണെന്ന് കർഷകരെ ബോധ്യപ്പെടുത്തേണ്ട കടമയും കൂടി ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇതും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഈ സാധനം ചെയ്തത്. ഈ മാതൃക ഇപ്പോൾ ആരെങ്കിലും പകർത്തിയിട്ടുണ്ടോ? ഈ മാതൃക നമ്മൾ 2-3 കുടുംബശ്രീ ഗ്രൂപ്പുകളല്ല, ഈ NRGS ഗ്രൂപ്പുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ 2-3 ഗ്രൂപ്പുകൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പൂക്കൾ, നമ്മൾ കൃഷിയിലൂടെ ഉണ്ടായിട്ടുള്ള പൂക്കൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും കൊടുക്കുന്നുണ്ട്? അതല്ല ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആണോ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ നമ്മൾ പൊട്ടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഓരോ ദിവസവും 100 കിലോനോളം നമ്മളിപ്പോൾ പൊട്ടിക്കുന്നു. ഈ പ്രതീക്ഷിക്കുന്ന നമ്മൾ ഇപ്പോൾ നമ്മളുടെ മൊത്തം സ്ഥലത്തിൽ 5 ടൺ പൂക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ സക്സസ് ആവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ പ്രകാരം കാണാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ കൊല്ലത്ത് നിന്നും അതുപോലെ തൃശ്ശൂർ, കോഴിക്കോട് ഈ സ്ഥലത്തു നിന്നൊക്കെ നമ്മളെ ഈ ചാനലിലൂടെ വന്നതുകൊണ്ട് കുറേ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പൂക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് അവർ തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈഫ് ലോങ് സംഭവമാക്കി മാറ്റാനുള്ള പരിപാടി, താൽക്കാലികമായിട്ടുള്ള സംഭവം അല്ല. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നാട്ടിലും പൂക്കളുടെ കൃഷി നടക്കണം എന്നുള്ള തന്നെ നമ്മളെ ആഗ്രഹവും അതുപോലെ എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ബാക്കി ഞങ്ങൾ ചെയ്ത രീതികളും ബാക്കിയുള്ള കർഷകർക്കും അതുപോലെ ബാക്കി എവിടെയാണോ ചെയ്യുന്നത് അവിടെ എല്ലാം എത്തിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ ബാക്കി സ്റ്റേറ്റുകളിൽ എല്ലാം നമ്മൾ കാണുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സാധനം നമ്മളെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുകൂടി ഒരു വലിയ ഏത് സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ കാലാവസ്ഥ, പ്രത്യേകിച്ച് ഇതൊരു കോസ്റ്റൽ ഏരിയയാണ്, കടലോര പ്രദേശമാണ്, ബാക്കിയുള്ള മേഖലമായിട്ടുള്ള സ്ഥലമല്ല. ഈ വന്ന പൂവുകളെല്ലാം ഈ ടിപ്പ് നുള്ളിയതിന് ശേഷമുള്ള പൂക്കളാണ് ഈ ആദ്യം വന്ന ഈ സാധനങ്ങളൊക്കെ. ഇതിന് ശേഷം ഇതിൻ്റെ അടികളിൽ നിന്ന് അടുത്ത ശിഖരങ്ങൾ വന്ന് പുതിയ വരുന്നു. അപ്പോൾ ആ വരുമ്പോഴാണ് നമുക്ക് 1 മാസത്തോളം ഈൽഡ് ഇത് കറക്റ്റായി കിട്ടുന്നത്. ഒരു ചെടിയിൽ നിന്ന് എത്ര പൂക്കൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ? പൂക്കൾ ഒരു 40-50 പൂക്കൾ വരെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് സാധനം തന്നെയാണ്. അപ്പോൾ ഒരു 60 പൂവ് 1 കിലോ പറഞ്ഞത് നല്ല ഒരു ചെടി, നല്ല സ്ട്രെങ്ത് ചെടിയിൽ നല്ലപോലെ. ഇപ്പോൾ ആ മഞ്ഞ ചെടി പറഞ്ഞാൽ ഒരു 20 ഗ്രാമിന്റെ മേലെ വരുന്നുണ്ട് ഒരു പൂവ്. നല്ല പൂവാണെങ്കിൽ. അതുപോലെ ഇതൊരു പ്രത്യേക ഇനം നാടനല്ലല്ലോ, ഇതിന്റെ ഇതളുകൾ ചെറുതാണല്ലോ. ഇത് ഇൻഡസ് പറയുന്ന ഒരു കമ്പനിയുടെ, അത് നമ്മൾ അവിടെ കർണാടകയിൽ
അവരോട് പറഞ്ഞ് നമ്മൾ തന്നെ വെറൈറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന രീതിയിലുള്ള യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഹൈബ്രിഡ് ആയതുകൊണ്ട് വിത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവരാണ് ഈ നിലം ഒരുക്കലും ബാക്കിയെല്ലാം ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അല്ല തൊഴിലാളികൾ, ആ തൊഴിലാളികൾ തന്നെയാണ് ഇപ്പോൾ നമ്മളെ പൂവ് പറിക്കുന്ന അവർ കുറേ ആളുകൾ. അപ്പോൾ അവരുടേതാണ് ഇത് എന്ന രീതിയിൽ ആ തൊഴിലാളികളെ നമ്മൾ മാറി. ഇത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ടൂറിസ്റ്റ് മേഖല മാതിരിയാണ്. കുട്ടികളും ആളുകളും വന്ന് ഇത് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുടിക്കുക. ഇത് ഒരു കുറച്ച് 2 ദിവസം മുന്നേ വരെ കണ്ടെയ്ൻമെന്റ് സോൺ ഇരുന്നത്. അപ്പം ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇങ്ങനെ എത്തിയതിലാണ് നമ്മളേറ്റവും. അപ്പോൾ ഏതായിരുന്നാലും വിവരങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. നമുക്കിപ്പോൾ കൈ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. നമസ്തേ, ഒരുപാട് നന്ദിയുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ ഞങ്ങൾ 21 പേര് പങ്കെടുത്തിട്ട് ഞങ്ങൾ ഇത് ആദ്യം കാട് പിടിച്ച് കിടക്കായിരുന്നിട്ട് പിന്നെ ഞങ്ങളത് കൊത്തി നിരത്തി കാടൊക്കെ വെട്ടി അതൊക്കെ ഇതാക്കി കിളച്ച് വണ്ട് കീറി പിന്നെ അതിൻ്റെ ആ തൊഴിലാളികളും ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ അവർ കൊണ്ടുവന്ന് തന്ന വളങ്ങളൊക്കെ ചെയ്ത് ഇത് ആ വളമൊക്കെ ചെയ്ത് ആവി ഇങ്ങനെ ഏരിങ്ങനെ കീറി കൊടുത്ത ശേഷം ഒരു തൈ നട്ട് കൃഷിഭവനിലെ നമ്മളെ ഓഫീസർമാർ ഇത് നട്ട്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് വന്ന് ശ്രദ്ധിക്കും, അവരും ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് ഇതൊന്ന് ഇവിടെ നിന്ന് പുരോഗമിച്ച് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ നമ്മളെ ഈ തീരത്ത് കടൽ തീരം എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. പക്ഷേ ഈ കടൽ തീരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾ ഇതിന് നല്ലൊരു മുൻകൈ എടുത്ത് തൊഴിലാളികൾ നല്ല അധ്വാനിച്ചിട്ട് തന്നെ ഞങ്ങളിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പോൾ ഈ ഒരു വിളവെടുപ്പിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിറമരുതൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ സമീർ മുഹമ്മദ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാറ്, ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് കാണുന്നതാണ്. നമ്മൾ മസനഗുഡിയിലും അതുപോലെ തന്നെ ഗുണ്ടൽപേട്ടൊക്കെ പോകുന്ന സമയത്ത് വളരെ ആശ്ചര്യത്തോടു കൂടി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആ സമയത്ത് കാണാം. ആൾക്കാരൊക്കെ മല്ലികപ്പൂവും അതുപോലെ തന്നെ സൂര്യകാന്തി പൂവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ മത്സരിക്കാറുണ്ട്. ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കൺമുന്നിൽ വന്നിട്ടുണ്ട് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളിതൊരു പരീക്ഷണമായിരുന്നു ശരിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ 17-ാം വാർഡ് പക്ക ഇതിൻ്റെ കുറച്ച് 1 കിലോമീറ്റർ അപ്പുറം, 1 കിലോമീറ്റർ പോലും ഇല്ല, അപ്പുറം കടലാണ്. അപ്പോൾ അത്രയും ഒരു മണൽ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. സാൻഡി സോയിൽ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു സുഭിക്ഷ കേരളം പദ്ധതിയുണ്ട്. അതായത് തരിശ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കുക, കർഷകൻ്റെ ആദായം വർദ്ധിപ്പിക്കുക, പുതിയ ആളുകളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ വന്ന ഒരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം. അപ്പോൾ നമ്മുടെ ഈ നിറമരുതൂർ പഞ്ചായത്തിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു നെൽകൃഷി അല്ലെങ്കിൽ ഇടവിള കൃഷിയൊക്കെ നമ്മൾ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പുതിയൊരിതും കൂടെ ഒരു പരീക്ഷണമായിട്ട് പൂക്കൃഷി. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കൃഷി രീതി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലൊക്കെ ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ ഒരു പ്രദർശനത്തോട്ടം, പക്ഷെ നമ്മളത് കൃഷി രീതി മാത്രം അറിഞ്ഞുകൊണ്ടായില്ല, ഇതിൻ്റെ വിപണിയും കൂടെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തണം. അപ്പോൾ ഇതിൽ നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതും കൂടെ സംയോജിപ്പിച്ച് നമ്മളൊരു 1.5 ഏക്കർ ഒരു ഡെമോ പ്ലോട്ട് കോക്കനട്ട് ഗാർഡൻ. ഇതിപ്പോൾ 1 വർഷം പ്രായമായ തെങ്ങും പറമ്പാണ്. ഈ തൈകളൊക്കെ ഇത് നമ്മുടെ ഒരു പദ്ധതിയിൽ തന്നെ നല്ലൊരു മോഡൽ കോക്കനട്ട് ഗാർഡൻ എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തെങ്ങും പറമ്പാണ്. അതിൽ നമുക്ക് സാധാരണ ഒരു 7-8 വർഷം വരെ ഏത് ഇടവേള വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു തെങ്ങിന് പറയുമ്പോൾ 7.5 മീറ്ററാണ് അകലം പറയുന്നത്. അപ്പോൾ അങ്ങനെ അകലത്തിൽ ഉള്ള തെങ്ങും പറമ്പുകളിൽ നല്ല വെളിച്ചം കിട്ടും, സൺലൈറ്റ് ഭയങ്കരമായിട്ട് വേണം. ഇപ്പോൾ വേനൽക്കാലത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വെള്ളവും വേണം. അപ്പോൾ നമുക്ക് മഴയും കിട്ടി, നല്ല ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു 1.5 ഏക്കർ, ഇതൊരു 66 സെൻറ്റാണ്. ഇതുപോലെ നമ്മളൊരു വലിയ തെങ്ങും പറമ്പിൽ ചെയ്തിട്ടുണ്ട്. അത് ഉത്രാടത്തിന് വിളവെടുക്കുന്ന പോലെ റെഡിയായി വരും. അതൊരു ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3-4 സ്ഥലങ്ങളിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ തെങ്ങും പറമ്പിൽ ഇതേപോലെ കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 6000 തൊട്ട് 7000 തൈകൾ വരെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ജൂലൈ 4-നാണ് ഇത് മാറ്റി നടന്നത്. അപ്പോൾ ഇത് ഭയങ്കര കല്ലും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി 20 പേര്, ഈ വാർഡിലെ 20 പേരുണ്ട്. അതുപോലെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 10-ാം വാർഡിലെ തൊഴിലാളികളെ കൂടിയിട്ടാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രദർശനത്തോട്ടം ഒരുക്കിയത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതാണ് ഇപ്പോൾ ഒരു വിളവിലേക്ക് ആദ്യം വന്നത്, ഇതാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണമായിരുന്നു. പിന്നീട് അതൊരു മാതൃകാ തോട്ടമായിട്ട് ഇപ്പോൾ മാറി. നമ്മളിനി പുതിയ ഗ്രൂപ്പുകളെ ഇതിലേക്ക് ആശ്രയിച്ച് നമ്മൾ പഞ്ചായത്തിൽ പുതിയ പദ്ധതികൾ വെച്ച് നമ്മളത് ഒന്ന് വ്യാപിപ്പിക്കും. നമ്മളിതിൻ്റെ ഒരു മാർക്കറ്റും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചിലവ് വന്നൊക്കെ നമ്മൾ എഴുതി വെച്ച് പോവാണ്. ഒരു
കാർഷിക കൂട്ടായ്മയുടെ ഒരു ഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഒരു പ്രദർശനത്തോട്ടം ഒരുക്കിയത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇത് ശുപാർശ ചെയ്യാൻ സാധിക്കും. പൂക്കളുടെ സീസൺ എന്ന് പറഞ്ഞാൽ അത് വലിയ സീസൺ ഓണ സീസണാണ്. പൂക്കളുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ശാസ്ത്രീയമായിട്ട് കൃഷിമുറകൾ ചെയ്തു. നിലമൊരുക്കലും അതുപോലെ ഇതിൻ്റെ അകലവും അടിവളവും പിന്നെ ഇതിൻ്റെ കളപറിക്കൽ, ഇതൊക്കെ അത്രയും ജോലി കുറച്ച് കൂലി ചെലവ് അല്ലെങ്കിൽ തൊഴിലുറപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അത് ആദായകരമാകുന്നത്. അല്ലാതെ ഒരു ടീം ചെയ്യുകയാണെങ്കിൽ ഒരു ടീമായിട്ട് ചെയ്യുക, അവർ തന്നെ ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യണം. അപ്പോൾ അവർക്ക് 70% അതിൻ്റെ ചിലവ് വരുന്നത് തൈകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഈ പൂവ് ഇപ്പോൾ പല ടൈപ്പുകളുണ്ട് മാരിഗോൾഡ്. ഇപ്പോൾ ഇതിൻ്റെ ഏതളിൻ്റെ വ്യത്യാസം അനുസരിച്ച് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു പോംബോൺ ടൈപ്പ് എന്ന് പറയും. ഇതൊരു പ്രൈവറ്റ് സീഡ് കമ്പനിയുടെയാണ്, പക്ഷെ അതിൽ തന്നെ പോംബോൺ ടൈപ്പാണ്. ഇതിൻ്റെ ഏതളുകൾ വ്യത്യാസം. ഇപ്പോൾ പല ഏതളുടെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിക്കുള്ള ടൈപ്പ് കൊണ്ട ടൈപ്പാണ് സാധാരണ മാർക്കറ്റിലേക്ക് വരിക. അപ്പോൾ ഇത് നമ്മൾ കലണ്ടർ ഉണ്ടാക്കി കറക്റ്റ് 50-ാം ദിവസം ഇതിൻ്റെ ഫസ്റ്റ് വിളവെടുപ്പിന് വന്നു. അത്തത്തിൻ്റെ തലേന്ന് പൊട്ടിക്കണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കലണ്ടർ ഉണ്ടാക്കി കറക്റ്റ് 20-ാം തീയതി നമുക്കിത് ഫസ്റ്റ് വിളവെടുത്തു. പക്ഷേ അപ്പോഴും നമ്മുടെ ഇതിൻ്റെ ഒരു 90%-ഉം ഈ പറയുന്ന ഇപ്പോൾ ഒരു സാധാരണ ഒരു ചെടിയിൽ നിന്ന് നമ്മളൊരു 10 മൊട്ടാണ് പറയാറ്. ഒരു ആവറേജ് വേണമെന്നുള്ള ഒരു ലാഭകരമാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആവറേജ് 25 എണ്ണം കിട്ടി. അതെല്ലാം ഈ 10 ദിവസം കൊണ്ട് വരില്ല, പക്ഷേ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ 500 ഗ്രാമെങ്കിലും പൂ കിട്ടും. ഇത് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മുളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ 25 ബഡ് ഒരുമിച്ചല്ല ആവുന്നത്. ഇതിപ്പോൾ 50-ാം ദിവസം വിളവെടുത്ത് പറയുമ്പോഴും പിന്നെയും 70-80 ദിവസം വരെ ഈ ചെടിയിൽ നിന്ന് വിളവ് വരികയാണ്. അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള സീസണും കൂടെ എന്തായിരിക്കും മാർക്കറ്റ് എന്ന് അറിയാൻ പറ്റും. ചെടിക്ക് എത്ര ലൈഫ് കിട്ടുന്നുണ്ട് നമുക്ക്? ഇതിപ്പോൾ നമ്മളൊരു 20 തൊട്ട് 30 ദിവസം വരെ പ്രായമായ തൈകളാണ് നട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള 50-ാം ദിവസമാണിത്. അപ്പോൾ ശരിക്കും അതിൻ്റെ വിത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ 80-ാം ദിവസമാണ് വിളവെടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞും ഒരു 30 ദിവസം വരും. നമ്മളിതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഒരു മലപ്പുറം ജില്ലയിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു സ്കീം വന്നിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് നമ്മൾ തൈകളായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും പരീക്ഷണമാണ്. ആദ്യം തന്നെ വിത്ത് വാങ്ങണ്ട. വിത്തിന് ഏകദേശം 1 രൂപ വരും. പിന്നെ ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അല്ലാതെ നമ്മുടെ സ്റ്റേഷൻസിലുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രയലും കൂടെ അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നുണ്ട്, അത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഇതിൽ നമുക്കൊരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ആദ്യം ഇതിലൊരു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് പുറത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി എടുത്തു. കാരണം നമുക്കിതൊരു പച്ചക്കറി മറ്റു പോലെ അടുത്ത് കൊടുത്ത് വിൽക്കാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റ് സാധ്യതയുള്ള ഒരു ഇനം തന്നെ തിരഞ്ഞെടുത്തു. ബാക്കി പിന്നെ നമ്മുടെ പരിചരണ മുറകളും എല്ലാം ഓക്കെ ആയിട്ട് വന്നു. കണ്ടിന്യൂ ചെയ്താലേ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഗ്രേഡ് മാറ്റിയിട്ട് നമുക്കിപ്പോൾ സാധാരണ വിത്തുകളാണെങ്കിൽ വീടുകളിൽ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത് ഉപയോഗം പോകാൻ നാട്ടുകാർക്ക് മൊത്തം ഇത് കളക്ട് ചെയ്യുന്ന ഒരു കളക്ഷൻ സെന്റർ ഉണ്ടായാൽ അതിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ പഞ്ചായത്തിലെ ഒരു പ്രൊവിഷൻ ഉണ്ട്, തൈകൾ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ തന്നെ വർക്ക് മൊത്തം ചെയ്യുകയാണെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞു 3/4 ഭാഗവും ചിലവ് വരുന്നത് തൈകൾക്കാണ്. അത് നമുക്കിവിടെ ഒരുപാട് കർഷക ഗ്രൂപ്പുകളുണ്ട്. അതായത് നമ്മളിവിടെ പച്ചക്കറി വിത്തുകളൊക്കെ നമ്മൾ തന്നെ ഇവിടെ വിത്ത് വാങ്ങി മുളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഇത് കൊടുത്ത് തൈകൾ നമ്മൾ കൊടുക്കുന്നു. ബാക്കി അവർക്ക് ശാസ്ത്രീയമായുള്ള എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ടീം വരികയാണെങ്കിൽ അവർക്ക് അവരുടെ കോസ്റ്റിൻ്റെ ഏകദേശം ഒരു 75% നമ്മുടെ പല പദ്ധതികളുമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ആദായകരമാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 1-ന് 3 എന്ന രീതിയിൽ ഒരു 3 ഇരട്ടി ലാഭം എന്ന രീതിയിലേക്ക് ഇത് മാറാൻ സാധിക്കും. അപ്പോൾ എത്രയാണ് ഇതിൽ നമുക്ക് ഇനി ഓണത്തിനെന്ന് മാത്രമല്ല നമുക്ക് ബൊക്കെ നിർമ്മാണത്തിനും ഒക്കെ ഡിമാൻഡ്. ഇനി ഈ പുഷ്പങ്ങൾ വരുന്നത് നമ്മുടെ ആവശ്യത്തിന് ആഭ്യന്തര ആവശ്യത്തിനുള്ള സാധനം ഇവിടുത്തെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. ഇത് ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് ഒരു ഒറ്റ വിളയായിട്ട് അത്ര ആദായകരമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു തെങ്ങിന് തന്നെ ഇപ്പോൾ ശാസ്ത്രീയമായ പരിചരണം കൊടുക്കുകയാണെങ്കിൽ 500 രൂപയോളം കൂലിച്ചെലവ് അടക്കം ഒരു തെങ്ങിന് നമ്മൾ ചിലവാക്കണം. പക്ഷേ നമ്മൾ ആ തെങ്ങിന് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത കൂടുകയുള്ളൂ. പ്ലസ് ആ കർഷകന് അധിക വരുമാനവും കൂടെ കിട്ടുകയാണ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കയറാത്ത സ്ഥലമായിരിക്കണം. പ്രത്യേകിച്ച് അതായത് നമ്മളൊരു പ്രളയം നമ്മൾ മുന്നിൽ കാണുകയാണ്. കാരണം കഴിഞ്ഞ 2 കൊല്ലം എങ്ങനെയായിരുന്നു ആ സ്ഥലം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. അത് നമുക്കൊരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ അത് കറക്റ്റ് അതൊരു എക്സ്പെക്റ്റ് ചെയ്യണം, ആഗസ്റ്റിൽ അത് വരും. അപ്പോൾ വെള്ളം എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ചിട്ടാണ് സ്ഥലം തിരഞ്ഞെടുക്കുന്നത്, പ്രത്യേകിച്ച് ഓണത്തിന് എടുക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ചില ഏരിയകൾ ഇവിടെ ഈ സെപ്റ്റംബർ തൊട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, സമ്മറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ആ തെങ്ങിൻ തോപ്പിൻ്റെ ഭൂപ്രകൃതി കൂടെ നോക്കണം. നമ്മളൊരു ജനറൽ നമുക്കിതിൻ്റെ ഒരു മണ്ണിൻ്റെ അവസ്ഥ നമ്മൾ കൃഷിഭവനിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല പദ്ധതികളിലും മണ്ണിൻ്റേത്. അപ്പോൾ അത് കുറച്ച് കുമ്മായ ആവശ്യമായിരുന്നു അതിൻ്റെ പുളിരസം മാറ്റാനായിട്ട്. അത് വളരെ കുറച്ച് മതിയായിരുന്നു. അപ്പോൾ നമ്മളത് ആദ്യം ട്രാക്ടർ കൊണ്ട് പൂട്ടി അതിൻ്റെ കൂടെ കുമ്മായും ചേർത്ത്
നിലം ഒരുക്കി വന്നതാണ്. അത് നിലം ഒരുക്കിന് ഒരുപാട് സമയം എടുത്തു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എടുത്തു. പിന്നെ മറ്റിടത്തൊക്കെ അത്രയും പുല്ല് നിറഞ്ഞ് നിൽക്കുന്നതാണ്. കള നിയന്ത്രണം ഭയങ്കരമാണ്. നമ്മൾ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല കള നിയന്ത്രിക്കാൻ. ഈ തൊഴിലാളികൾ തന്നെ അതിൻ്റെ കള പറിക്കലും വളം ചെയ്യലും. പിന്നെ ഇതിൻ്റെ നമ്മളൊരു കറക്റ്റ് ഒരു ദിവസമുണ്ട്. സാധാരണ 30 ദിവസമാണ് പറയുക, പക്ഷേ ഇത് 20 ദിവസത്തിലേക്ക് തന്നെ ഇതിൻ്റെ തല നുള്ളിക്കളയണം. ഇത് തല നുള്ളി അത് കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ ഹൈറ്റിലേക്ക് ഈ സാധനം വന്നിട്ടുണ്ടാവും. പിഞ്ചിങ് എന്നാണ് നമ്മൾ പറയുക. ഒരു പ്രൂണിങ് മെത്തേഡാണ് അഗ്രഭാഗം നുള്ളിക്കാൻ, പിഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്ര ഹൈറ്റിലേക്ക് വരും, ഇത്ര മുട്ടുകൾ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് ബുഷിയായിട്ട് നിൽക്കണം, എണ്ണം കൂടണം. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ പൊന്തിപ്പോവും. അതായത് ഇതിനൊരു എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയും, മുകളിലേക്ക് വളരാനുള്ള ടെൻഡൻസിയാണ്. അതിനെ നമ്മളൊന്ന് അറസ്റ്റ് ചെയ്യണം. അത് കറക്റ്റായിട്ട് ഒരു അഗ്രഭാഗം ഒരു ഇഞ്ച് നമ്മൾ പിൻ ചെയ്ത് കളയണം. പിന്നെ രോഗങ്ങളൊന്നും അധികം വന്നില്ല. സാധാരണ ഇതിനൊരു വാട്ടരോഗം വരും. അപ്പോൾ നമ്മൾ സ്യൂഡോമോണാസ് വെച്ച് ഇതിൻ്റെ തൈകൾ ട്രീറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ തെങ്ങിൻ തോപ്പിൽ നമ്മുടെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഇതിൽ ആ തുള്ളിനന സംവിധാനമുണ്ട്. തുള്ളിനന സംവിധാനം എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കിതിൽ പൈപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് ശനി ഞായർ തിങ്കൾ മഴ പെയ്തില്ല, ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. പക്ഷെ അത് ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ 4 പേർക്ക് നിന്നിട്ട് വരിയിൽ നിന്നിട്ട് നനച്ചു കൊടുത്തു. കാരണം മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു മഴ അത്യാവശ്യമാണ്. ഒരു മഴ ഒരു 10 മിനിറ്റ് നിന്നാൽ മതി. ഇതിപ്പോൾ ഇന്നലെ മഴ പെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കൂടെ ക്ഷീണമായേനെ. അപ്പോൾ ഒന്ന് വൈകുന്നേരം നനയ്ക്കണം. അപ്പം മഴ ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് വിവരങ്ങൾ നൽകിയതിൽ വളരെയധികം നന്ദിയുണ്ട്. സാങ്കേതികമായിട്ടും ഇതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മുടെ സമീർ സാർ നമുക്ക് പങ്കുവച്ചു. അപ്പോൾ ഏതായിരുന്നാലും ഈ ബ്ലോഗാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് മസനഗുഡിയും ഗുണ്ടൽപേട്ട ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതാ ഇവിടെ പരന്ന് കിടക്കുന്നുണ്ട് സെൽഫി എടുക്കാനൊക്കെ. പക്ഷേ ഇപ്പോൾ നിയന്ത്രണങ്ങളാണ്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അന്ന് നട്ടപ്പോഴും കോവിഡൊക്കെ മാറും എന്നായിരുന്നു. അതായത് കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിവിടെ ഇനിയും ഉണ്ടാവും. ഇതിവിടെ ഒരു താൽക്കാലിക സംഭവമല്ല, ഇത് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിർത്തുന്നു. ബൈ.